നമസ്കാരം, ഏഷ്യൻ ഗ്രാഫിലേക്ക് സ്വാഗതം. അരയങ്കോട് ദയാ സാംസ്കാരിക വേദിയുടെ 3ാം വാർഷികം അതിവിപുലമായി ആഘോഷിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംഘടന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഏറെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വന്തമായി വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്ത 3 ദരിദ്ര കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനായി 4 സെന്റ് ഭൂമി വീതം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. 3ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം 2024 ഫെബ്രുവരി 18 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് കൈത്തോട്ടിമുക്കിൽ വെച്ച് അഡ്വക്കേറ്റ് PTA റഹീം MLA നിർവഹിക്കും. മാവൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് P ദാമോദരൻ മുഖ്യാതിഥിയായിരിക്കും. മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. പ്രമുഖ ഗായകരായ ഫാസില ബാനു, MA ഗഫൂർ എന്നിവർ നയിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. സഹായ വിതരണം, പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണം, ഹെൽപ്പ് ഡെസ്ക്, സർക്കാർ തലത്തിലുള്ള വിവിധ സഹായ പദ്ധതികളെ പറ്റിയുള്ള കൈത്താങ്ങ്, കൈപ്പുസ്തക വിതരണം, മെഗാ മെഡിക്കൽ ക്യാമ്പ്, ബോധവൽക്കരണ പരിപാടികൾ, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ഉല്ലാസയാത്ര തുടങ്ങി വിവിധ ഇനങ്ങളായ പരിപാടികളാണ് 3ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഗഫൂർ ഓളിക്കൽ, മോയിൻ ഓളിക്കൽ, പ്രസിഡന്റ് ലത്തീഫ് കുറ്റിക്കുളം, സെക്രട്ടറി ഹസൻ മുനീർ, സിറാജുൽ മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു. അരയങ്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദയാ സാംസ്കാരിക വേദിയുടെ 3ാം വാർഷികം 2024 ഫെബ്രുവരി 18 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് കൈത്തോട്ടിമുക്കിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത പരിപാടി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് PTA റഹീം ഉദ്ഘാടനം ചെയ്യും. മാവൂർ പോലീസ് IP P ദാമോദരൻ മുഖ്യാതിഥിയായിരിക്കും. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. അന്നേ ദിവസം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 5 പേരെ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണം, ധനസഹായ വിതരണം തുടങ്ങിയ പരിപാടികളും